ഐസ് വേണമോ ചൂട് വേണമോ വേദനകൾക്ക്? അതാണ് ഈ വീഡിയോയുടെ വിഷയം. ഇപ്പോൾ ഐസ് സാധാരണയായിട്ട് അക്യൂട്ട് ഇഞ്ചുറീസിന്, അക്യൂട്ട് എന്ന് വെച്ചാൽ റീസെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഇഞ്ചുറിക്കാണ് നമ്മൾ ഐസ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ചൂട് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? ഇപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ക്രോണിക് പെയിനും ഈവൻ തേയ്മാനം വന്നിട്ട് മുട്ടുവേദനയുള്ളവരിൽ പോലും ഐസ് വെക്കാൻ വേണ്ടി പറയുന്നു. അപ്പോൾ ഇത് ശരിയാണോ? സുഹൃത്തുക്കളെ, ഞാൻ അബ്ദുൾ ജലീൽ, ഫിസിയോതെറാപ്പിസ്റ്റ്. ഈ വീഡിയോ മുഴുവനായും തന്നെ കാണുക. കാര്യം ഇതിനകത്ത് മെക്കാനോ ട്രാൻസാക്ഷൻ അങ്ങനെ പല വിഷയങ്ങളും സംസാരിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് സ്പോർട്സ് പേഴ്സൺസിന് ആവശ്യമാണ്. ഇനി ഐസ് എന്താണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്? പ്രധാനമായി ഐസ് വെക്കുമ്പോൾ വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങളുടെ ബ്ലഡ് വെസൽസ് ചുരുങ്ങുകയും കൂടുതൽ രക്തം ആ ഭാഗത്തിലേക്ക് എത്തുന്നത് തടയുകയും ചെയ്യും. രണ്ടാമതായി അവിടെ ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് കാരണം നീര് കുറയും. ഇൻഫ്ലമേഷൻ, അതായത് നീര് വളരെയധികം കുറയുകയും ആ വീർത്ത് കെട്ടിയിരിക്കുന്ന നമ്മൾ ആ പ്രഷറിനും കുറവ് വരികയും ചെയ്യും. അതുപോലെ തന്നെ നല്ല വേദന സംഹാരിയായിട്ട് ഐസ് ആക്ട് ചെയ്യുന്നു. അതിനൊരു പ്രധാനപ്പെട്ട കാരണം കൂടുതൽ നീര് വരുന്നില്ല എന്നുള്ളതും പിന്നെ മറ്റൊന്ന് ഈ വേദനയുടെ ആവേഗങ്ങളെ ഈ ഐസ് തടയും എന്നുള്ളതുമാണ്. ആവേഗങ്ങളെ തടയുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ ശക്തി കുറയുകയും, കാര്യം കൂടുതൽ പാസേജ് വരാതെ അത് സൂക്ഷിക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ലിംഫിന്റെ ആക്ടിവിറ്റി, ലിംഫാണല്ലോ നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസിനെ കൊണ്ടുപോകുന്നതും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആക്ടിവിറ്റിയെയും ഇത് കുറയ്ക്കുകയും അങ്ങനെ നമുക്കൊരു വേദന കുറഞ്ഞുകൊണ്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുകയും ഐസ് ചെയ്യുന്നു. ഇനി മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു ക്ഷതമുണ്ടായാൽ, ഒരു ചതവുണ്ടായാൽ, നീര് വന്നാൽ എങ്ങനെയാണ് വീണ്ടും ശരീരം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നത് എന്നുള്ളതാണ്. അത് അവിടെ ഒരു സാറ്റലൈറ്റ് സെല്ലിന്റെ ആക്ടിവിറ്റീസ് വന്ന് പുതിയ ബ്ലഡ് വെസൽസ് ഒക്കെ ഉണ്ടായി, പിന്നെ അവിടെ നിന്നുള്ള അഴുക്ക് സാധനങ്ങളൊക്കെ പുറന്തള്ളിയൊക്കെ പോകണം. ഇതിന് ഏറ്റവും പ്രധാനമായി സഹായിക്കുന്നത് ആ ഭാഗത്തുള്ള നീരാണ്, അതായത് ആ ഇൻഫ്ലമേഷൻ. ഒരു ഹീലിംഗ് റിക്വേഴ്സ് ഇൻഫ്ലമേഷൻ. ഹീലിംഗ് നടക്കണമെങ്കിൽ ഇൻഫ്ലമേഷൻ വേണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഐസ് വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നീര് കുറയുന്നു, ഇൻഫ്ലമേഷൻ കുറയുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഐസ് വെക്കുന്നത് ഹീലിങ്ങിനെ ദോഷകരമായി ബാധിക്കില്ലേ? തീർച്ചയായിട്ടും ബാധിക്കും എന്ന് തന്നെയാണ് എല്ലാ സ്റ്റഡീസും പറയുന്നത്. നമുക്കിത് പറഞ്ഞു മനസ്സിലാക്കി തന്ന നമ്മുടെ പ്രിൻസിപ്പിൾ പറഞ്ഞു മനസ്സിലാക്കി തന്ന ഡോക്ടർ ഗെയ്ബ് മിർക്കിൻ 1978 അദ്ദേഹത്തിന്റെ സ്പോർട്സ് മെഡിസിൻ ബുക്കിലാണ് ആദ്യമായിട്ട് ഇത് പറഞ്ഞത്. പുള്ളി പറഞ്ഞ പ്രിൻസിപ്പിൾ റൈസ്, RICE. അപ്പോൾ റൈസ് പ്രിൻസിപ്പിൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഡോക്ടർ ഗെയ്ബ് മിർക്കിനാണ്. ഇതാണ് റൈസ്, RICE. പറയുന്നത് റെസ്റ്റ് ആണ്. ഒരു ഇഞ്ചുറി ഉണ്ടായാൽ പൂർണ്ണമായും റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത്. രണ്ടാമത് ഐസ് വെക്കുക, ICE. 3 C കംപ്രഷൻ. ആ ഭാഗം നമ്മൾ ക്രബ് ബാൻഡേജോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് കെട്ടുക, വരിഞ്ഞൊന്ന് കെട്ടുക. ഈ എലിവേഷൻ, എന്നിട്ട് ആ ഭാഗം ഉയർത്തി വെക്കുക. ഈ പ്രിൻസിപ്പിൾ പ്രകാരമാണ് ഇപ്പോഴും പലരും ചികിത്സിക്കുന്നത്. പക്ഷെ ഇത് ഡോക്ടർ ഗെയ്ബ് മിർക്കിൻ 2012 ഇത് തിരുത്തിയിട്ട് ഇതിൽ നിന്നും ഈ I അങ്ങ് മാറ്റി. അതായത് ഐസ് വേണ്ട എന്നുള്ള രീതിയിലായി. അപ്പൊ അക്യൂട്ട് ഇഞ്ചുറീസിന് മാത്രം വളരെ കുറഞ്ഞ സമയം, അതായത് ആദ്യത്തെ 3 മുതൽ 7 മണിക്കൂർ വരെ മാത്രമേ ഐസ് ഉപയോഗിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഐസ് ഹീലിങ്ങിനെ കുറയ്ക്കും എന്നുള്ളതും, അതുപോലെ തന്നെ റിക്കവറി ടൈം, വീണ്ടും പഴയ അവസ്ഥയിലോട്ട് എത്തുവാനുള്ള ആ ടൈമിനെ ഇത് കൂട്ടുമെന്നും, അത് മാത്രവുമല്ല ഒരു പ്രോപ്പറായിട്ട് നിങ്ങളുടെ ടിഷ്യൂസ് നേരെ ആവില്ല എന്നുമാണ് ഇദ്ദേഹം നമുക്ക് 2012 ഇദ്ദേഹത്തിന്റെ 1978 തിയറി മാറ്റിക്കൊണ്ട് പറഞ്ഞു തന്നു. അപ്പൊ ഒരു ടിഷ്യൂ ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പയർ ആയി നേരെയാവും. അപ്പൊ ഈ വരുന്ന പുതിയതായിട്ട് ഫോം ചെയ്ത ടിഷ്യൂവിന് നല്ല ബലം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ എലാസ്റ്റിസിറ്റി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ കൺട്രാക്ട് ചെയ്യാനുള്ള പവർ ഉണ്ടായിരിക്കണം. കൂടുതൽ സമയം കൺട്രാക്ട് ചെയ്യാനുള്ള പവറും ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ എൻഡ്യൂറൻസ്, അതുപോലെ തന്നെ സ്ട്രെങ്ത്തും പവറും ഉണ്ടായിരിക്കണം. പിന്നെയോ വീണ്ടും റീ ഇഞ്ചുറി ഉണ്ടാവാനുള്ള, അതായത് പ്രോപ്രിയോസെപ്റ്റേഴ്സ് ഒക്കെ പ്രോപ്പർ ആയിരിക്കണം എന്നുള്ളത് അതാണ് പറയുന്നത്. വീണ്ടും റീ ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യത കുറവായിരിക്കണം. അപ്പൊ ഇത്തരം രീതിയിൽ ഒരു ടിഷ്യൂ ഫോം ചെയ്താൽ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഹാംസ്ട്രിങ് ഇഞ്ചുറി ഉണ്ടായി, തിരിച്ചു വീണ്ടും ആ ഹാംസ്ട്രിങ് മസിൽസ് പ്രോപ്പറായിട്ട് വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലിഗമെന്റ് പ്രോപ്പറായിട്ട് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും റീ ഇഞ്ചുറി ഉണ്ടാവും, അല്ലെങ്കിൽ കളിക്കളത്തിലെ പൂർവാധികം ശക്തിയോടുകൂടി നമുക്ക് ഇറങ്ങുവാൻ സാധിക്കില്ല. അപ്പൊ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ബ്രിട്ടീഷ് ജേർണൽ ഓഫ് സ്പോർട്സ് മെഡിസിൻ അവര് പുതിയൊരു പ്രോട്ടോകോൾ ഇറക്കി.
ജേണൽ ഓഫ് അപ്ലൈഡ് ഫിസിയോളജി അവരുടെ ഒരു പഠനം, അവരുടെ സ്റ്റഡി എലികളിൽ നടത്തിയ പഠനമാണ്. അപ്പൊ അവിടെയും എലികളുടെ മസിൽസിൽ നടത്തിയ പഠനത്തിൽ ഐസ് വെച്ചവരിൽ ഹീലിംഗ് കുറവായി തന്നെ കണ്ടു. അതുപോലെ തന്നെ അമേരിക്കൻ ജേണൽ ഓഫ് സ്പോർട്സ് മെഡിസിൻ 2013 നടത്തിയ സ്റ്റഡി, അതിൽ 22 സയന്റിഫിക് പേപ്പേഴ്സ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവിടെയും ഐസ് അധികം ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് കണ്ടുപിടിക്കപ്പെട്ടത്. അപ്പോൾ ഐസ് വെച്ചാൽ നീര് കുറയും, അപ്പൊ നീര് കുറഞ്ഞാൽ നമുക്ക് ഹീലിംഗ് കുറയും എന്നാണ് ഇത്രയും നേരം പറഞ്ഞത്. പക്ഷെ ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നീര് വളരെയധികം കൂടിക്കഴിഞ്ഞാലും നമുക്ക് ദോഷം ചെയ്യും, അതും ഹീലിങ്ങിനെ കുറയ്ക്കും. അപ്പൊ നമുക്ക് പ്രകൃതിയാലുള്ള ഒരു ഹീലിംഗ് മെക്കാനിസത്തിനെ എൻഹാൻസ് ചെയ്ത് വിടണമെങ്കിൽ നമുക്ക് ഐസ് അധികം വേണ്ട എന്നുള്ളതാണ്. എന്ന് വെച്ച് ഐസ് തീർത്തും വെക്കാതിരിക്കണമെന്ന് പറയുന്നില്ല. അക്യൂട്ട് ഇഞ്ചുറിക്ക് ഒരുവിധം നീരുണ്ടെങ്കിൽ ഐസ് വെക്കുക തന്നെ വേണം. കാര്യം നീര് കൂടിയാലും കുഴപ്പമാണ്. അപ്പൊ ഇവിടെ നമുക്ക് അധികമായാൽ ഐസും ദോഷം ചെയ്യും എന്ന് പറയാം. അപ്പൊ ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് ബ്രിട്ടീഷ് ജേണൽ ഓഫ് സ്പോർട്സ് മെഡിസിൻ 2019 പുതിയൊരു നമുക്കൊരു പ്രിൻസിപ്പിൾ അവർ പുറത്തിറക്കിയിട്ടുണ്ട്. അതാണ് പീസും ലവും. പീസ്, ലവ്, ഇത് രണ്ടും നമ്മുടെ വീഡിയോയുടെ അവസാന ഭാഗത്ത് വിശദമാക്കുന്നുണ്ട് എന്താണെന്ന്. ഇനി റെസ്റ്റിന്റെ കാര്യം, നമുക്ക് പൂർണ്ണമായ വിശ്രമം ആവശ്യമാണോ? ആവശ്യമല്ല. പകരം മൂവ്മെന്റും കുറച്ച് ആവശ്യമാണ്. അതായത് ഒരു ഒപ്റ്റിമം ലോഡിംഗ് എന്ന് പറയും. ചെറുതായിട്ട് നമുക്ക് ഇഞ്ചുറി പറ്റിയിട്ടുള്ള ടിഷ്യൂസിന് കുറച്ച് ലോഡിങ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ, ഞാൻ ഈ പറഞ്ഞത് എന്താണെന്ന് അറിയണമെങ്കിൽ മെക്കാനോ ട്രാൻസ്ഡക്ഷൻ എന്നുള്ളൊരു വാക്ക് അറിഞ്ഞിരിക്കണം. മെക്കാനോ ട്രാൻസ്ഡക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി ഒരു ടിഷ്യൂ ഹീലായി വരുമ്പോൾ അപ്പൊ അതിന്റെ നോർമൽ റീമോഡലിംഗ് വരണമെങ്കിൽ, അതായത് മയോ ട്യൂബ്സ്, പുതുതായി വരുന്ന മസിൽ ഫൈബേഴ്സും അത് മയോ ഫൈബ്രിൽസും ഒക്കെ വീണ്ടും പഴയ രീതിയിൽ തന്നെ പെട്ടെന്ന് വരണമെങ്കിൽ അവിടത്തേക്ക് കുറച്ച് സ്ട്രെസ് ആവശ്യമാണ്. അതിന്റെ ജോലി, അതിന്റെ അനക്കം ഇടയ്ക്ക് കൊടുക്കണം. അങ്ങനെ സ്ട്രെസ് ഉണ്ടായെങ്കിൽ മാത്രമേ വീണ്ടും പഴയ രീതിയിൽ പൂർണ്ണമായും വരികയുള്ളൂ. അപ്പൊ ഇതിനെയാണ് നമ്മൾ മെക്കാനോ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയാണ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെയും പ്രസക്തി വരുന്നത്. കാരണം നിങ്ങൾക്ക് എത്ര കണ്ട് ലോഡിങ് കൊടുക്കണം, എത്ര വെയിറ്റ് കൊടുക്കാറായി, അല്ലെങ്കിൽ മൂവ്മെന്റ് എത്ര ആവണം, അതുപോലെ തന്നെയാണ് ഈ സമയത്ത് ചൂട് വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ തണുപ്പാണോ വെക്കേണ്ടത് മുതലായ കാര്യങ്ങൾ തീരുമാനിക്കുവാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പൊ ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ നിർബന്ധമായും ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സേവനം തേടണം എന്നുള്ളത് ഇതിൽ നിന്നും മനസ്സിലാവും. ഇനി മരുന്നുകളെ പറ്റി പറയുന്നതാണ്. മരുന്നുകൾ അധികം വേണ്ട എന്നുള്ളതാണ്. അത്യാവശ്യമല്ലെങ്കിൽ മരുന്നുകൾ, പ്രത്യേകിച്ച് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എടുക്കരുത് എന്നുള്ളതാണ് പുതിയ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ പറയുന്നത്. ഇത് ബ്രിട്ടീഷ് ജേണൽ ഓഫ് സ്പോർട്സ് മെഡിസിന്റെ പ്രിൻസിപ്പിൾ ആണത്. അതേസമയത്ത് പല ആർട്ടിക്കിൾസും പറയുന്നുണ്ട് സ്റ്റിറോയിഡും അനാൾജസിക്കും, വേദന സംഹാരികളും കൂടെ ചേർന്നുള്ള മരുന്ന് കുറച്ചുകൂടി എഫക്റ്റ് ചെയ്യും എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ബ്രിട്ടീഷ് ജേണൽ ഓഫ് സ്പോർട്സ് മെഡിസിൻ ആണ് നമുക്ക് 2019 അക്യൂട്ടും സബ് അക്യൂട്ടും ഇഞ്ചുറീസിന് എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് പുതിയതായി പറഞ്ഞു തന്നിട്ടുള്ളത്. അതാണ് പീസും ലവും. അപ്പൊ ഇവിടെ പീസ് അക്യൂട്ട് ഇഞ്ചുറീസിനാണ്. അതായത് ഇപ്പൊ ഉണ്ടായ ആദ്യത്തെ ഒരു 3 ദിവസം ഇഞ്ചുറി ഉണ്ടായിട്ടുള്ള ഒരു 3 ദിവസം, അപ്പൊ ആ പീരീഡിലുള്ള ഇഞ്ചുറീസിനെയാണ് നമ്മൾ അക്യൂട്ട് എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള ഇഞ്ചുറി സബ് അക്യൂട്ട് ആണ്. അതിനുശേഷം കുറച്ച് നാളത്തേക്കുള്ള ദിവസങ്ങളിലേക്കുള്ള ഇഞ്ചുറിയെ നമ്മൾ സബ് അക്യൂട്ട് എന്ന് പറയും. അപ്പൊ ആദ്യത്തെ ആ പീരീഡിൽ അക്യൂട്ടിൽ പലപ്പോഴും നമ്മൾ ഐസ് വെക്കേണ്ടി വരാറുണ്ട്. പക്ഷെ വളരെ വേഗം തന്നെ അത് വീൻ ചെയ്യണം. അപ്പോ പുതിയ പ്രിൻസിപ്പൽ അക്യൂട്ട് ഇഞ്ചുറീസിന്, ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഇഞ്ചുറീസിന് പീസ് ആണ്. പി പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ഭാഗം, ഇപ്പൊ കാലിനൊരു ഇഞ്ചുറി ആണെങ്കിൽ നമ്മൾ ക്രച്ചസ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ പുതിയൊരു ഡാമേജ് ഉണ്ടാവാത്ത രീതിയിൽ ആ ഭാഗം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ മൂവ്മെന്റ് കുറച്ച് നാളത്തേക്ക് റെസ്ട്രിക്ട് ചെയ്യും, ഏകദേശം 1 മുതൽ 3 ദിവസം വരെ. അത് ഇമ്പോർട്ടന്റ് ആണ്. 1 മുതൽ 3 ദിവസം വരെ എന്നുള്ളത് അത് പ്രൊട്ടക്റ്റിന്റെ പി. പിന്നെ ഇ എന്ന് പറയുന്ന ഭാഗമാണ്, അത് എലിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഭാഗം നമ്മുടെ ഹാർട്ടിന്റെ ലെവലിനേക്കാൾ കുറച്ച് മുകളിലേക്ക് ഉയർത്തി വെക്കുക എന്നുള്ളതാണ് ഈ എലിവേഷൻ. പിന്നെ എ അവോയ്ഡ് NSAID ആണ്, അവോയ്ഡ് ഡ്രഗ്സ്. ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഏതിന് എന്നും കൂടി പറയുന്നുണ്ട്, ഫോർ മൈൽഡ് ടു മോഡറേറ്റ് പെയിൻ. നിങ്ങൾക്ക് വളരെ സഹിക്കാൻ പറ്റുന്ന വേദനയൊക്കെ ആണെങ്കിൽ അവോയ്ഡ് അനാൾജസിക് എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി അടുത്തത് സി എന്നുള്ളത് കംപ്രഷൻ. ആ ഭാഗം നമ്മൾ ക്രെബ് ബാൻഡേജോ മറ്റതോ വെച്ച് കംപ്രസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്.
അപ്പൊ ഈ ക്രെപ്പ് ബാൻഡേജ് വെക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ കെട്ടിക്കഴിഞ്ഞിട്ട് വളരെ ടൈറ്റ് ആയിട്ട് കെട്ടിക്കഴിഞ്ഞാൽ തരിപ്പ് വരും, നിർബന്ധമായി അപ്പൊ അഴിച്ചു കൊടുക്കുക. ഇപ്പൊ പലപ്പോഴും നമ്മളുടെ പേഷ്യൻസിനെ കാണുന്നത് കാലിലൊക്കെ ബാൻഡ് ഇത് ക്രെപ്പ് ബാൻഡേജോ അല്ലെങ്കിൽ പിന്നെ നീന്റെ ബാൻഡ്സോ ഒക്കെ കെട്ടിയിട്ട് വരുമ്പോഴത്തേക്ക് അവരുടെ ആംഗിളൊക്കെ വീർത്ത് നീര് വന്ന് അത്രയ്ക്കും ടൈറ്റ് ആയിട്ട് നീര് വന്നിരിക്കും. പിന്നെ അത് മാറ്റിയിട്ടാണ് അടുത്ത പണി. അപ്പൊ അതുകൊണ്ട് ഫിഗർ ഓഫ് 8 അത് കെട്ടേണ്ടത് നിങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് ചോദിച്ച് മനസ്സിലാക്കണം. അങ്ങനെ കംപ്രസ് ചെയ്യുക. പിന്നെ ഇനി ഈ എന്നുള്ളത് എഡ്യൂക്കേറ്റ് ആണ്. പേഷ്യന്റിന് കൃത്യമായി ഇതെന്താണ് രോഗമെന്നും ഏത് ഗ്രേഡ് ഇഞ്ചുറിയാണ് ഉണ്ടായിട്ടുള്ളതെന്നും ഇത് എത്ര നാളെടുക്കും ഇത് നേരെയാവാനെന്നും എന്തൊക്കെ രീതിയിലാണ് ട്രീറ്റ്മെന്റ് ഉള്ളത് എന്നും പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇത് ബ്രിട്ടീഷ് ജേർണൽ ഓഫ് സ്പോർട്സ് മെഡിസിൻ അവർ ഇറക്കിയതാണ്. ഇതാണ് അക്യൂട്ട് 1 മുതൽ 3 ദിവസം വരെയുള്ളത്. ഇനി അടുത്തത് LOV. ഇനി അടുത്ത പ്രിൻസിപ്പൽ സബ് അക്യൂട്ട് സ്റ്റേജിൽ, അതായത് 3 ദിവസം കഴിഞ്ഞു, കുറച്ചൊക്കെ പെയിൻ മാറി, കുറച്ചൊക്കെ മൂവ്മെന്റിന് സാധിക്കുമെന്നെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് L ഫോർ ലോഡിംഗ് ആണ്. ബിയർ വെയിറ്റ്, ആ ഭാഗത്തേക്ക് വെയിറ്റ് വരുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ ചെറുതായിട്ട് കൊടുക്കണം. പെയിൻ കുറയുന്നതിനനുസരിച്ച് ഇൻക്രീസ് വ്യായാമങ്ങൾ അല്ലെങ്കിൽ ലോഡ് കൂട്ടിക്കൊടുക്കുക, ലോഡിംഗ് എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് വ്യായാമങ്ങൾ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞുതരും. പിന്നെ നിർബന്ധമായ അടുത്ത കാര്യമാണ് ലവിലെ ആ ഒപ്റ്റിമിസം, അതായത് ആത്മവിശ്വാസം, സൈക്കോളജിക്കൽ സ്റ്റെബിലിറ്റി ആ പേഷ്യന്റിന് കൊടുക്കണം. ഇവിടെ പറയുമ്പോൾ വളരെയധികം ഒബ്സർവ് ചെയ്തിട്ട് ഉള്ളൊരു കാര്യമാണ്. അതായത് പലപ്പോഴും നമ്മുടെ സ്പോർട്സ് താരങ്ങള് അവരുടെ ആ ഇവന്റിലൊക്കെ എത്തുമ്പോൾ എന്തെങ്കിലും ഒരു ഇഞ്ചറി വരും, അവര് കരയ്ക്ക് കയറിയിരിക്കേണ്ടി വരും ഫീൽഡിൽ ഇറങ്ങാതെ. അപ്പൊ അത് പലപ്പോഴും അത് മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അപ്പൊ ഒരു സൈക്കോളജിക്കൽ സ്റ്റെബിലിറ്റി കൊടുക്കണം, അതാണ് ഒപ്റ്റിമിസം. അതിനുള്ള ആത്മവിശ്വാസം അവർക്ക് കൊടുക്കണം. അത് അത്തരം കാര്യങ്ങളിലേക്ക് ട്രീറ്റ്മെന്റ് കൊണ്ടുപോകണം. അടുത്തത് വി വാസ്കുലറൈസേഷൻ. ഈ ഇഞ്ചുറി ഉണ്ടായ ഭാഗത്തേക്ക് ബ്ലഡ് സപ്ലൈ വരണം. അവിടെ ബ്ലഡ് സപ്ലൈ വരണമെങ്കിൽ ഇഞ്ചുറി, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ എന്റെ മുട്ടിനാണ് ഇഞ്ചുറി എങ്കിൽ ഈ മസിൽസും വ്യായാമം കൊടുത്തുകൊണ്ട് കൂടുതൽ ബ്ലഡ് സപ്ലൈ അങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ അതിനുവേണ്ടി ഫിസിയോതെറാപ്പിസ്റ്റിനെ ചൂട് വെക്കാം, അങ്ങനെ പല മാർഗങ്ങൾ നോക്കുന്നതാണ്. അപ്പൊ വാസ്കുലറൈസേഷൻ, അത് ആ ഭാഗത്തേക്കും ബ്ലഡ് സപ്ലൈ വരണം. അതുപോലെ തന്നെ ഇഞ്ചേർഡ് ഏരിയയിലേക്കും ബ്ലഡ് സപ്ലൈയും പ്രോപ്പർ ഫങ്ഷനിങ് വേണം. എങ്കിൽ മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ള നീരിനെ വലിച്ചു കൊണ്ടുപോവുകയും ലിംഫ് വെസൽസ് കൂടുതൽ ആക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്നത് എക്സസൈസ്. എന്താണോ ആ ജോലി അത് ആ ലിംബിന് അല്ലെങ്കിൽ ആ ഭാഗത്തിന് കൊടുക്കുക, അങ്ങനെ എക്സസൈസ് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഇതാണ് അക്യൂട്ടും സബ് അക്യൂട്ടും പുതിയ പ്രിൻസിപ്പിൾ. ഇനി അടുത്തത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മീറ്റ് ആണ്. ഞാൻ ഇവിടെ ഞങ്ങളുടെ സെന്ററിൽ ഫോളോ ചെയ്യുന്നത് മീറ്റ്, MEAT. കുറച്ചുകൂടി നന്നായിട്ട് തോന്നിയിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇറങ്ങിക്കഴിയുമ്പോൾ പഴയ ശക്തി അവർക്ക് കിട്ടുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് ഫോളോ ചെയ്യാൻ കാര്യം. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. മീറ്റില് മൂവ്മെന്റ് ആണ്. അപ്പം കഴിവിന്റെ പരമാവധി ആ ഇൻജേർഡ് സൈറ്റിൽ പതിയെ മൂവ്മെന്റ് കൊടുക്കണം. പ്രൊവൈഡഡ് മറ്റെന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഏർലി മൂവ്മെന്റ് കൊടുക്കും. പലപ്പോഴും മൂവ്മെന്റ് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങളൊക്കെ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ കൊടുത്തിട്ടെങ്കിലും ആ ഭാഗത്തെ മസിൽസ് മൈൽഡായിട്ട് മസിൽസ് മാത്രം ആക്ഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും കൂടുതൽ ബ്ലഡ് അങ്ങോട്ടെത്തും, വേസ്റ്റ് മെറ്റീരിയൽസ് പുറത്തു പോകും, ബോഡി ഹീറ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. അതുപോലെ തന്നെ അവിടുത്തെ ലിഗമെന്റും ടെൻഡണും കറക്റ്റായിട്ട് തന്നെ ആ ഒരു റീമോഡലിംഗ് നന്നായിട്ട് നടക്കും. അങ്ങനെ നമുക്ക് പറ്റുന്ന ആ സമയത്ത് നമ്മൾ ചെറുതായിട്ട് മൂവ്മെന്റ് കൊടുക്കാൻ തുടങ്ങാം. അതിനുശേഷം ഉള്ളതാണ് ഇ എന്നുള്ളത് എക്സസൈസ് ആണ്. അതിനുശേഷം അതിന് വേണ്ട തരത്തിൽ എന്താണോ അതിന്റെ ജോലി ആ എക്സസൈസ് നമ്മൾ കൊടുക്കുന്നു. അനാൽജസിയ എന്ന് വെച്ചാൽ വേദന സംഹാരികള് കൊടുത്തുകൊണ്ട്, ആന്റി ഇൻഫ്ലമേറ്ററി അല്ല, നീര് വലിയാനുള്ളതല്ല, വേദന സംഹാരികൾ കൊടുത്തുകൊണ്ട് വേദന കുറച്ചുകൊണ്ട്. അപ്പൊ ഈ സമയത്ത് ചിലപ്പോ നമ്മൾ ഐസും ഉപയോഗിക്കാറുണ്ട്. കാര്യം പെയിൻ മൂവ്മെന്റിന് കൂടുതൽ വേദന വരികയാണെങ്കിൽ ആ സ്ഥലത്ത് ഐസ് കൊടുത്തുകൊണ്ട് ഐസിന്റെ അനാൽജസിക് പ്രോപ്പർട്ടി കൊടുത്തുകൊണ്ട് മൂവ്മെന്റ് റെഡിയാക്കും. പിന്നെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഫിസിയോതെറാപ്പിയിൽ ഒരുപാട് ഫാക്ടേഴ്സ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നു. അൾട്രാസൗണ്ട് കൊടുക്കും, ചിലപ്പോൾ മസിൽ സ്റ്റിമുലേഷൻ കൊടുക്കും, മയോഫേഷ്യൽ റിലീസ് കൊടുക്കും, അതുപോലെ ധാരാളം വാട്ടർ ഇൻടേക്കിന് കൊടുക്കും. അപ്പൊ അതുപോലെ തന്നെ ന്യൂട്രീഷന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കും.
ന്യൂട്രീഷനില് പലതരം ഫുഡ്സ്, ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, വേണ്ട വൈറ്റമിൻ ഡിന്റെ കാര്യങ്ങൾ നോക്കും. സൂപ്പ് അവരോട് കുടിക്കാൻ പറയും, ധാരാളം വെള്ളം കുടിക്കും. പൈനാപ്പിൾ, ബ്രോമിലൈൻ അടങ്ങിയിട്ടുണ്ട്, അങ്ങനെ അത് കുറച്ചുകൂടി നല്ലതാണ്. ഇഞ്ചിയും നല്ലതാണ് പെയിൻ കുറയ്ക്കാൻ. അപ്പൊ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോക്ക് വേവ് തെറാപ്പി, ലേസർ തെറാപ്പി, ഫ്രിക്ഷൻ നീഡിങ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ട്രീറ്റ്മെന്റിന് ഒരാളെ തിരിച്ച് വീണ്ടും കളിക്കളത്തിലേക്ക് ഇറക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇനി മനസ്സിലാക്കേണ്ടത് ഐസ് തീർത്തും അനഭിമുഖനൊന്നുമല്ല. പലപ്പോഴും മൂവ്മെന്റ് വളരെ പെയിൻഫുൾ ആണ്, പേഷ്യന്റ് മുട്ടൊക്കെ അങ്ങോട്ട് തീർത്ത് മൂവ്മെന്റ് പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ നന്നായിട്ട് ഐസ് വെച്ചതിന് ശേഷമാണ് മൂവ്മെന്റ് കൊടുക്കുന്നത്. ഇനി ഗൗട്ടിന്റെ ഫ്ലയർ അപ്സിന്, ഗൗട്ടി ആർത്രൈറ്റിസിന്റെ ഫ്ലയർ അപ്സിന് ഏറ്റവും ബെസ്റ്റ് ഐസ് ആണ്. അതുപോലെ തന്നെ സ്പാസ്റ്റിസിറ്റി വന്നിട്ടുണ്ട്, അതായത് ഒരു വർഷം തളർന്ന ഹെമിപ്ലീജിയ പോലുള്ള രോഗികൾക്ക് ഐസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലവണ്ണം മൂവ്മെന്റ് കൊടുക്കാൻ സാധിക്കും, പെയിൻ റിലീഫിന് മൂവ്മെന്റ് കൊടുക്കാൻ സാധിക്കും. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ഈ വീഡിയോയിൽ സാധാരണ ക്ഷതങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഉളുക്ക്, ചതവ് മുതലായവ. ലിഗമെന്റ് പൂർണ്ണമായി പൊട്ടിയതോ അല്ലെങ്കിൽ ഫ്രാക്ചറോ ഇതിൽ വിഷയമാക്കുന്നില്ല. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് മാത്രമുള്ള വീഡിയോ ആണ്. അപ്പോ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനാണ് ഏതാണ് ഉപയോഗിക്കേണ്ടതെന്നും ഇത് നിങ്ങളുടെ അറിവിലേക്കായി എന്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങൾ പകർന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമസ്കാരം.